മിൽക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാൽ എടുക്കണം. നമ്മൾ പിന്നെ ഐസ് ഇടുന്നില്ല, അതുകൊണ്ട് നല്ല തണുത്ത പാൽ എടുക്കണം. 2 ഗ്ലാസ്സിന് വേണ്ടി ഞാൻ ഒരു 3 ബനാന എടുക്കാം. നമുക്ക് ഈ പഴം നല്ലപോലെ പഴുത്ത പഴം എടുക്കണം. പിന്നെ 2 സ്പൂണ് പഞ്ചസാര, ഒരു ചെറിയ സ്പൂണ്, നമുക്ക് ഒരു 4-5 ഏലക്ക പൊടിച്ചതാണ് ഇത്, നമുക്ക് അത് ഇടാം. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിക്കണം. പിന്നെ മേളിൽ ഞാൻ ഇച്ചിരി കപ്പലണ്ടി നല്ലതുപോലെ ഒന്ന് നെയ്ക്കകത്ത് കൊച്ചായിട്ട് അരിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പഴം പൊളിച്ചിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഈ പഴമെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. മുഴുവനോടെ ഇടുമ്പോൾ അത് ഒന്ന് നല്ലതുപോലെ അടിഞ്ഞു കിട്ടുകയില്ല. നമുക്കത് കാരണം നല്ലപോലെ ഒന്ന് ഒത്തിരി ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 3-4 ആക്കിയിട്ട് നമുക്ക് ഈ പഴം കട്ട് ചെയ്യാം. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പാല് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മിക്സിക്കകത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അത് കാരണം നമുക്ക് കുറച്ച് പാലൊഴിക്കാം, പിന്നെ നീട്ടാം. ഒരു 2 സ്പൂണ് പഞ്ചസാരയും നമുക്ക് ചേർക്കാം. ആ സമയത്ത് നമുക്ക് ഒരു 4-5 ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ബനാന മിൽക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ പരുവത്തിൽ ഇരുന്നാൽ മതി. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയൊക്കെ ഒന്ന് മുകളിലിട്ട് എടുക്കാം. നമുക്ക് ഈ ഗ്ലാസിന്റെ മുകളിൽ കുറച്ച് കപ്പലണ്ടി വറുത്തതും കൂടി ഇടാം. വളരെ ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.